രഘുവേട്ടൻ എന്താ ഇന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് പുറപ്പെടാണെന്ന് പറഞ്ഞ്? ഞാൻ വരുന്നായിരുന്നു അമ്മാവനോട് പറഞ്ഞു. ഇല്ല, അച്ഛൻ നേരത്തെ കിടന്നു. ഞങ്ങൾ പരമാവധി തെരഞ്ഞിട്ടും മഞ്ചാടിയെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല അമ്പിളി. അവൻ അവളെ ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുക. നാളെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് രണ്ടാളും താലി കെട്ടാൻ സാധ്യതയുണ്ട്. ഈശ്വര, നമ്മുടെ മഞ്ചാടിക്ക് എങ്ങനെ രഘുവേട്ടാ എല്ലാരെയും മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നേ? ഇപ്പോഴത്തെ ചില കുട്ടികൾ ഒരു കാര്യം തീരുമാനിച്ച എന്ത് വില കൊടുത്തവരെ നടത്തും അമ്പിളി. അവിടെ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയെ അവർ കൽപ്പിക്കില്ല. ഇന്നലെ കണ്ട ഒരുത്തനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അതുവരെയുള്ള സകല ബന്ധങ്ങളും പറിച്ചെറിയുക. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരുത്തി ഉണ്ടായല്ലോ രഘുവേട്ടാ. അവളങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല അമ്പിളി. നാളെ നേരം വെളുക്കും മുമ്പ് അവനും അവൾ എവിടെയെന്ന് കണ്ടെത്തും. പക്ഷേ അതിന് പോലീസിന്റെ സഹായത്തോടെ മാത്രമേ പറ്റൂ. പക്ഷെ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പ് അമ്മാവന് വിവരം അറിയിക്കണം. അതിനാ ഞാനിപ്പോ വന്നേ. അയ്യോ, അത് പറ്റില്ല രഘുവേട്ടാ. ഇന്നും നാളെയും കഴിയാതെ അച്ഛൻ ഇതൊന്നും അറിയിക്കാൻ പറ്റില്ല. അതെന്താ? ഉത്സവം കഴിഞ്ഞ് ദേവിക്ക് ചാർത്തിയ തിരുവാഭരണം പുഴക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ചുമതല അച്ഛനാ. അച്ഛനിപ്പോ അതിനുവേണ്ടി വ്രതം അനുഷ്ഠിച്ച് കിടക്കുക. അതിനിടയിൽ ഈ കാര്യം പറഞ്ഞ അച്ഛൻ പങ്കെടുക്കേണ്ട ചടങ്ങ് മുടങ്ങും. അത് വലിയ പാപം രഘുവേട്ടാ. പിന്നെ എന്ത് ചെയ്യും അമ്പിളി? അല്ല, അമ്മാവനോട് ചോദിക്കാതെ പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ? ഇനി എന്തായാലും നാളെ അച്ഛൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാം. അച്ഛനൊരു ദൈവിക കാര്യത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ട് അച്ഛന്റെ മക്കൾക്ക് ദോഷം വരുന്നതൊന്നും വരാതെ ദേവി നോക്കിക്കോളും. എനിക്ക് തോന്നുന്നില്ല അമ്പിളി. ഞങ്ങൾ പല വഴിക്ക് ശ്രമിച്ചിട്ടും അവർ പിടിതരാത്ത സ്ഥിതിക്ക് നാളെ വരെ സമയം കിട്ടിയ അവർ താലി കെട്ടി ഒന്നാമെന്നുള്ള കാര്യം ഉറപ്പാ. അതാണ് വിധിയെങ്കിൽ ആർക്കും അത് തടുക്കാൻ പറ്റില്ല രഘുവേട്ട. ഏതായാലും അച്ഛൻ പങ്കെടുക്കേണ്ട ചടങ്ങ് അതിന്റെ പേരിൽ മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. രഘുവേട്ടൻ ഇപ്പൊ തന്നെ ദാസങ്കലിനെ വിളിച്ച് പറഞ്ഞേക്ക് പോലീസിൽ പരാതി കൊടുക്കുന്നത് നാളെ കഴിഞ്ഞിട്ട് മതിയെന്ന്. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. രഘുവേട്ടൻ കുളിച്ചിട്ട് വേഗം വാ. അമ്മ എന്തുവെന്താ മഞ്ചാടിയുടെ കാര്യം അറിഞ്ഞിട്ടൊന്നും പറയാത്തത്? അവള് ജീവൻ രാജന്റെ കൂടെ ഒളിച്ചോടിയതില്ലേ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ? ഞങ്ങൾക്ക് എന്തിനാ വിഷമം? നമ്മൾ ആ ബന്ധം നേരത്തെ വേണ്ടെന്ന് വച്ചല്ലേ. അന്ന് ദാസാറിന്റെ വീട്ടിൽ പോയപ്പോ അവൾ എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല. അന്നേ ഞാൻ അവളെ എന്റെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചതാ. അങ്ങനെയൊന്നും പറയണ്ടമ്മേ. മഞ്ചാടി അവളുടെ മനസ്സാഗ്രഹിച്ച വഴിക്ക് പോയെന്നല്ലേ ഉള്ളൂ. ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നതിലും ഭേദമല്ലേ ഇത്? ശരിയാ. മഞ്ചാടിക്ക് താല്പര്യമില്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ കുറെ കാലം അവളുടെ പുറകെ നടന്നു. അതെന്റെ തെറ്റാ. അക്കാര്യത്തിൽ അവള് ചെയ്താ ശരി. അപ്പോ അവള് പോയതിൽ നിനക്കൊട്ടും വിഷമമില്ല? ഷേ, എനിക്കെന്ത് വിഷമം? അവളുടെ അച്ഛന്റെ ചേച്ചിമാരുടെയും കാര്യം ഓർക്കുമ്പോ ചെറിയൊരു വിഷമം, അത്രമാത്രമേ എനിക്കുള്ളൂ. ഏട്ടൻ എന്നിട്ട് അവരാരെങ്കിലും ഇത് അറിയിച്ചോ? അവരെ ഇവനെന്താ അറിയിക്കാന്? കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് ഒളിച്ചോടി പോയാ അവരറിയാതിരിക്കോ? അവരെല്ലാവരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവര് അനന്തം മാഷിനെ അറിയിക്കാതെ വെച്ചിരിക്കാന്നാ തോന്നുന്നത്. ഇപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കൊണ്ട് മാഷിനൊരു സൂചന കൊടുക്കായിരുന്നു. അതൊന്നും വേണ്ട ഏട്ടാ. മഞ്ചാടിയുമായി നമുക്കിപ്പോ ഒരു ബന്ധവുമില്ല.
അപ്പൊ പിന്നെ അവളുടെ കാര്യം എന്തിനാ നമ്മൾ അവളുടെ അച്ഛനെ അറിയിക്കുന്നേ? ശരി, നമുക്ക് ആ മാറ്റർ വിടാം. എന്നിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കും. പുതിയൊരു മാറ്റർ ഉണ്ട് അല്ലേ അമ്മേ? എന്താടി? എന്ത് പറ. ഇന്നിവിടെ സുശീലാന്റി വന്നിരുന്നു. സുശീലാന്റിയോ? എന്തിന്? ഏട്ടൻ പോയി സത്യേട്ടനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? അതേക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിപ്പോഴാണ് അവര് വന്ന് ചോദിക്കുന്നത്. അല്ല, എന്നിട്ടിപ്പോ അവരെന്ത് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്? എനിക്ക് അവരെ കാണുന്നത് പോലും വെറുപ്പാന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. പിന്നെ അമ്മയായിട്ടായിരുന്നു സംസാരം. ആ സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം ഇവരെ അറിയാതിരിക്കുന്നതാ നല്ലത്. എന്താ അമ്മേ, നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? ആ സ്ത്രീ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണാതെ ഇങ്ങോട്ട് കയറി വരില്ല. എന്താ അവരുടെ ഉദ്ദേശം അമ്മയോട് പറഞ്ഞോ? ഞാനും അവരോട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് സച്ചി സാറുള്ളപ്പോ വരാന്നും പറഞ്ഞ് അവര് പോയി. അപ്പൊ അവര് പിന്നെ ഇങ്ങോട്ട് വരുമോ? എങ്കിൽ ഞാൻ അവരോട് നാട്ടി ഇറക്കും. നീ അവരുടെ മുമ്പിൽ പെടാതിരുന്ന മാത്രം മതി. എന്തു ആ സ്ത്രീയെ വെറുപ്പിക്കുന്നതും വിഷപ്പാമ്പിനെ ചവിട്ടുന്നതും ഒരുപോലെയാണ്. വിട്ടേക്ക് വിട്ടേക്ക്. ഇന്ദ്രനെ സത്യനെ ഓർത്ത് നമുക്ക് ആ സ്ത്രീയോട് ക്ഷമിക്കാം. നമ്മൾ മൈൻഡ് ചെയ്തില്ലെന്ന് തോന്നിയാ പിന്നീട് ആ സ്ത്രീ നമ്മുടെ കാര്യത്തിൽ തലയിടാൻ വരില്ലെന്തു. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. മനസ്സിലായോ? ആ അമ്മേ, നീ എന്താ ആലോചിക്കുന്നേ? വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചാണോ? അവരെല്ലാം ഇപ്പോൾ വലിയ ടെൻഷനിലായിരിക്കും അല്ലേ? ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? എനിക്ക് അവരെ ഒന്നും ഓർത്ത് ഒരു വിഷമമില്ല. എന്നെ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് അവര് തന്നെ. എന്നെ ജീവന്റെ അടുത്തുനിന്ന് എങ്ങനെ പിടിച്ചേട്ടി കൊണ്ടുപോകുന്നായിരിക്കും അവരിപ്പോൾ ആലോചിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വാഭാവികമായും അതല്ലേ ആലോചിക്കൂ. എൻ്റെ വീട്ടിലവർ ചെന്ന് കാണണം. ഫോൺ എടുക്കാത്തതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഫോൺ കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആസിഫ് വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാനെ. അതിന് അവനെയും കാണാനില്ല, അവനന്വേഷിച്ച് പോയവരെയും കാണാനില്ല. എന്റെ ബന്ധുക്കളും നമ്മളെ കണ്ടെത്താൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും. അതിനു മുൻപ് ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഒന്നാവണം ജീവൻ. നാളെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താമെന്നാ നമ്മളെ കടവത്തിറങ്ങി പോകുമ്പോൾ ആസിഫ് പറഞ്ഞത്. അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതിൻ്റെ എവിഡൻസ് കൊടുത്താൽ രജിസ്റ്റർ ഓഫീസിൽ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവരല്ലേ വരുന്നത്? ആ, മുരുക, ആസിഫ് വന്നില്ലേ? നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ കടവത്ത് പോയത്? ആസിഫ് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി. ഇതൊക്കെന്താ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണത്തിന് അണിയാനുള്ള ഡ്രസ്സാ. നാളെ പുഴക്കര ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് താലികെട്ട്. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. പുറത്ത് ഞങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവില്ലേ? അതേപ്പറ്റി ആസിഫ് എന്താ പറഞ്ഞേ? ഏതന്വേഷണവും കടവത്ത് അവസാനിക്കും അല്ലേ? അല്ല പിന്നെ, പുഴക്കര ദേവീക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത് വള്ളത്തിലായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും കണ്ടുപിടിക്കുന്നുള്ള പേടിയും വേണ്ട. അതെ, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാ. നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുത്താൽ മാത്രം മതി. അപ്പൊ താലിയുമായിട്ട് ആസിഫ് വേറെ റൂട്ടി അമ്പലത്തിൽ വരും. നമ്മൾ അമ്പലത്തിൽ ചെന്ന്
അണിയാനുള്ള മാല മാത്രം വാങ്ങിച്ചാൽ മതി. ആ ഇപ്പൊ രണ്ടാൾക്ക് സമാധാനമായല്ലോ. ദേ എല്ലാരും അത്താഴം കഴിച്ച് കിടക്കാൻ ആ നോക്കും. അല്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് താലിയിട്ട് കിടത്താൻ പോണ്ടതാ. വന്നാട്ടെ മക്കളെ